ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. നാം ചിന്തിച്ചു വരുന്നത് ഭക്തൻ മരിക്കും പോലെ മരിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായൊരു പ്രാർത്ഥനയെക്കുറിച്ചാണ്. ബിലയാമിൻ്റെ പ്രാർത്ഥന, പ്രവാചകൻ്റെ പ്രാർത്ഥന. പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകത്തിൽ കാണുന്ന ബിലയാം എന്ന പ്രവാചകൻ്റെ പ്രാർത്ഥന. പ്രാർത്ഥന നല്ലതാണ്, പക്ഷേ ഹൃദയം മാറിയില്ല. ബിലയാമിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. 1, ബിലയാമിൻ്റെ വഴി. 2, ബിലയാമിൻ്റെ വഞ്ചന. നാം വേദപുസ്തകം വായിക്കുന്നു, നമുക്ക് വായിക്കാം. ബിലയാമിൻ്റെ വഴിയെക്കുറിച്ച് പത്രോസ്ലീഹ പറയുന്നു. പത്രോസിൻ്റെ 2-ാമത്തെ ലേഖനം എടുക്കാം. പത്രോസിൻ്റെ 2-ാമത്തെ ലേഖനത്തിൽ അനീതിയുടെ കൂലി കൊതിച്ച് എന്ന് പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. വായിക്കാം. 2 പത്രോസ് 2:14. അവർ നേർവഴി വിട്ട് തെറ്റി ബെയോരിൻ്റെ മകനായ ബിലയാമിൻ്റെ വഴിയിൽ നടന്നു. നേർവഴി വിട്ട് തെറ്റി ബെയോരിൻ്റെ മകനായ ബിലയാമിൻ്റെ വഴിയിൽ നടന്നു. അവർ വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ണുള്ളവരും സ്ഥിരമില്ലാത്ത ദേഹികളെ വശീകരിക്കുന്നവരും ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞ ഹൃദയമുള്ളവരുമായ ശാപയോഗ്യന്മാർ. അവർ നേർവഴി വിട്ട് തെറ്റി ബെയോരിൻ്റെ മകനായ ബിലയാമിൻ്റെ വഴിയിൽ നടന്നു. ബിലയാമിൻ്റെ വഴി നേർവഴി വിട്ട് തെറ്റിയ വഴിയാണ്. പ്രാർത്ഥന, അധരങ്ങളുടെ യാചന നല്ലതാണ്. ചുണ്ടിലെ പ്രാർത്ഥന നല്ലതാണ്. നല്ല ശ്രദ്ധേയവും വളരെ സ്നേഹനിർഭരവുമായ ഒരു വാക്കാണ് ആ പ്രാർത്ഥനയിൽ തുടിക്കുന്നത്. ഭക്തന്മാർ മരിക്കുമ്പോൾ ഞാൻ മരിക്കട്ടെ, എൻ്റെ അവസാനം അവൻ്റേതുപോലെ, ഒരു ഭക്തൻ്റേതുപോലെ ആകട്ടെ. എന്തൊരു നല്ല പ്രാർത്ഥന! ചുണ്ടിലെ പ്രാർത്ഥനകൾ വളരെ നല്ലതാണ് പലരുടെയും. നമുക്ക് ഓരോ പ്രാർത്ഥനകളും, നമ്മുടെ പ്രമിയോനുകൾ, സദറാകൾ, നമ്മുടെ ഗീതങ്ങൾ ഓരോന്നും വായിക്കുമ്പോൾ നാം അത്ഭുതപ്പെട്ടു പോകും. പിതാക്കന്മാർ അനുഭവിച്ചിരുന്നതായ ആത്മീയമായ ഔന്നത്യം എത്ര മഹോന്നതമെന്ന്, ശ്രേഷ്ഠത എത്ര അത്ഭുതകരമെന്ന് നമുക്ക് തോന്നിപ്പോകും. പിതാക്കന്മാർക്ക് വേദപുസ്തകത്തിലുള്ള അഗാധമായ ജ്ഞാനം, ആ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായ ഗീതങ്ങൾ, വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായ വായനകൾ, വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായ പ്രമിയോനുകൾ, ഇതെല്ലാം വായിച്ചു പോകുമ്പോൾ നാം അത്ഭുതപ്പെട്ടു പോകും. പെസഹ വ്യാഴാഴ്ച മധ്യാഹ്ന പ്രാർത്ഥനയിൽ ഉള്ളതായ പാവിനിയായ സ്ത്രീയുടെ അനുതാപത്തിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നൊരു പ്രമിയോൻ വായിച്ചു. പെസഹ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഉച്ചനമസ്കാരത്തിനുള്ള പ്രാർത്ഥന എന്ത് മനോഹരമായിരുന്നു, എന്ത് ശ്രേഷ്ഠമായിരുന്നു. അത് വായിച്ചു പോകുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തെ അലിയിക്കും, നാം അതിൽ ലയിക്കും, നാം അറിയാതെ ഏങ്ങലടിച്ചു പോകും. പാവിനിയായ സ്ത്രീ യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ വന്ന് അനുതാപത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഇതുപോലുള്ളതായ പ്രാർത്ഥനകളെല്ലാം ഇന്ന് ഉരുവിടുന്നുണ്ട്. മനോഹരമായ പ്രാർത്ഥനകളുണ്ട്, സുന്ദരമായ ശുശ്രൂഷകളുണ്ട്. നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷ, നമ്മുടെ വിവാഹ കൂദാശ, അതിലെ പ്രാർത്ഥനകൾ, ഇതെല്ലാം അർത്ഥമറിഞ്ഞ് നാം ഗ്രഹിക്കുകയാണെങ്കിൽ നാം അതിലങ്ങ് ലയിച്ചു പോകും. മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന തൻ്റെ മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാൻ സീനായി മലമേൽ ഇറങ്ങി വന്ന മഹോന്നതനെ ദമ്പതികളെ ആശീർവദിക്കുമാറാകട്ടെ എന്ന് പട്ടക്കാരൻ ആശീർവദിക്കുന്നതായ പ്രാർത്ഥന, അത് നാം അമ്പരപ്പോഴുകൂടി കേട്ടുപോകും. ഞാൻ ഓർക്കുന്ന ഒരവസരത്തിൽ, ഞാൻ അന്ന് ബഹുമാനപ്പെട്ട കെ.ഒ. തോമസ് അച്ഛൻ ഒരു വിവാഹ കൂദാശ നടത്തുകയായിരുന്നു. ഇന്ന് അദ്ദേഹം ഭൂമിയിലില്ല. അന്നാണ് ആ പ്രാർത്ഥന ആദ്യമായിട്ട് എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചത്. മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാൻ സീനായി മലമേൽ ഇറങ്ങി വന്ന മഹോന്നതൻ ഈ ദമ്പതികളെ ഇരുവരെയും ആശീർവദിക്കുമാറാകട്ടെ. വേദപുസ്തകത്തിൻ്റെ അന്തസ്സത്ത മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ടുള്ളതായ പ്രാർത്ഥന, വേദപുസ്തകത്തിൻ്റെ അഗാധ തലങ്ങളിലേക്ക്, ആശയ പ്രചുരിമയിലേക്ക് ഇറങ്ങിച്ചെന്നുള്ളതായ പ്രാർത്ഥന, ആ വേദപുസ്തകത്തിലെ തിരുവചനത്തിൻ്റെ ആശയ പ്രപഞ്ചം മുഴുവൻ തുറന്നു കാണിക്കുന്നതായ പ്രാർത്ഥന, മനോഹരമായ പ്രാർത്ഥനകൾ.
പ്രാർത്ഥന നല്ലതാണ്. ഭക്തന്മാർ മരിക്കുമ്പോൾ ഞാൻ മരിക്കട്ടെ, എൻ്റെ അവസാന ഒരു ഭക്തൻ്റെ ഇതുപോലെ ആയിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ചുണ്ടിൽ പ്രാർത്ഥനയുണ്ട്, പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് പലരുടെയും ഹൃദയത്തിൽ പ്രാർത്ഥനയില്ല. ഹൃദയത്തിൽ പൈശൂന്യം, ഹൃദയത്തിൽ വൈരാഗ്യം, ഹൃദയത്തിൽ പക, ഹൃദയത്തിൽ വിദ്വേഷം, ഹൃദയത്തിൽ മുഷിച്ചിലും അസൂയയും പ്രതികാര ചിന്തയുമെല്ലാം. ഹൃദയത്തിൽ അശുദ്ധി നിറഞ്ഞിരിക്കുന്നു, ഹൃദയത്തിൽ തിന്മ നിറഞ്ഞിരിക്കുന്നു. സ്നേഹിതരെ, നിങ്ങളെങ്ങനെയാണോ? ഹൃദയത്തിൽ നിന്ന് പാപം മാറ്റിക്കൊണ്ടാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? കഷ്ടമരാഴ്ചയിലെ പ്രാർത്ഥനയിൽ കൗമനമസ്കാരത്തിൽ ചൊല്ലും, മേലാം ഊർസ്ലേം വാതിലുകൾക്കുള്ളിൽ സിംഹാസനം അണയണം ഈ പ്രാർത്ഥന. മിശിഹ തമ്പുരാനെ, മേലുള്ള യെരൂസലേമിൻ്റെ വാതിലുകൾക്കുള്ളിൽ നിന്ന് സിംഹാസനം അണയണം ഈ പ്രാർത്ഥന. എൻ്റെ ഈ പ്രാർത്ഥന മേലുള്ള സ്വർഗീയ യെരൂസലേമിൽ ദൈവസിംഹാസനത്തിൻ്റെ തിരുമുൻപാകെ ഈ പ്രാർത്ഥന ചെന്ന് അണയണമേ എന്ന്. എന്താ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? അർത്ഥം ഗ്രഹിക്കാറുണ്ടോ? നിർഭാഗ്യവശാൽ പലരും ഗ്രഹിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ കൂട്ടായ്മയിൽ വരുന്നവർക്ക് കുറച്ചൊക്കെ അർത്ഥം അറിയാം. ഭാഗ്യം. കാരണം നിങ്ങൾ ദൈവം കൃപ ചെയ്ത് ഹൃദയത്തിൽ നിന്നുകൂടി പ്രാർത്ഥിക്കാനുള്ള ഒരു പരിശീലനം കിട്ടുന്നവരാണ്. നല്ലത്. ദൈവത്തിന് സ്തോത്രം. ബെലിയാവിൻ്റെ പ്രാർത്ഥന നല്ലതാണ്. ഭക്തന്മാർ മരിക്കുമ്പോൾ ഞാൻ മരിക്കട്ടെ, എൻ്റെ അവസാനം ഒരു ഭക്തൻ്റെ ഇതുപോലെ ആകട്ടെ. പക്ഷേ ബെലിയാവിൻ്റെ ജീവിതമോ? ബെലിയാവിന് ധാരാളം ഭാഗ്യാനുഭവങ്ങൾ ലഭിച്ചു. ഒന്ന്, ദൈവം ബെലിയാവിന് പ്രത്യക്ഷനായി. നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചു. ഒന്ന്, ബെലിയാവിന് ദൈവം പ്രത്യക്ഷനായി. ദൈവം ബെലിയാവിൻ്റെ അടുക്കൽ വന്നു. ദൈവം ബെലിയാവിനോട് സംസാരിച്ചു. രണ്ട്, ദൈവം ബെലിയാവിൻ്റെ കണ്ണു തുറന്നു. മൂന്ന്, ദൈവം ബെലിയാവിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിൻ്റെ വഴി നാശകരമെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് ബെലിയാവിന് കറക്ഷൻ കൊടുത്തു, തിരുത്തൽ കൊടുത്തു. നാലാമത്തെ കാര്യം എന്താണ്? നമുക്ക് വായിക്കാം. സംഖ്യാപുസ്തകം 23-ാം അധ്യായം 5-ാം വാക്യം. എന്നാറെ യഹോവ ഒരു വചനം ബിലയാമിന്റെ നാവിന്മേലാക്കി കൊടുത്തു. യഹോവ ഒരു വചനം ബെലിയാമിൻ്റെ നാവിന്മേലാക്കി കൊടുത്തു. ബെലിയാമിന് പ്രവചനവരം കൊടുത്തു. വചനം നാവിൽ വരച്ചു കൊടുത്തു. എന്തൊരു ഭാഗ്യം! സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വചനം ഒരു മനുഷ്യൻ്റെ നാവിൽ വരച്ച് കിട്ടുക, അതെന്തൊരു ഭാഗ്യമാണത്! ദൈവത്തിൻ്റെ വചനം ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ നാവിന്മേൽ ദൈവം വരച്ച് കൊടുക്കുക. ദൈവം ആ വചനം നാവിന്മേൽ എഴുതി കൊടുക്കുക, ഹൃദയ പലകയിൽ എഴുതി കൊടുക്കുക, നാവിൽ വരച്ച് കൊടുക്കുക. എന്താണ്? ഒന്നുകൂടെ വായിക്കൂ. എന്നാറെ യഹോവ ഒരു വചനം ബിലയാമിന്റെ നാവിന്മേലാക്കി കൊടുത്തു. ദൈവം ഒരു വചനം ബെലിയാമിൻ്റെ നാവിന്മേലാക്കി കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ഈ നാവ്, എൻ്റെ ദൈവമേ, ഈ നാവ് എന്തെല്ലാം അബദ്ധങ്ങൾ പറഞ്ഞ നാവാണ്, വ്യാജം പറഞ്ഞ നാവാണ്. ഈ നാവ് പലരെയും കുറ്റം പറഞ്ഞ നാവാണ്, ചിലരെ ദുഷിച്ച നാവാണ്, ചിലരെ വിധിച്ച നാവാണ്, ചിലരെ തരം താഴ്ത്തിയ നാവാണ്, ഒരുപക്ഷെ പരിഹസിച്ച നാവാണ്, പുച്ഛിച്ച് സംസാരിച്ച നാവാണ്, കാര്യമറിയാതെ ചിലരെക്കുറിച്ച് അപവാദം പറഞ്ഞ നാവാണ്. എൻ്റെ ദൈവമേ, എന്തെല്ലാം വ്യാജം പറഞ്ഞ നാവാണ്. ഈ നാവിൽ അശുദ്ധ വാക്കുകൾ വന്നിട്ടുണ്ട്, അസഭ്യ വാക്കുകൾ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അശ്ലീല പദങ്ങൾ വന്നിട്ടുണ്ട്. രണ്ടർത്ഥം വരുന്നതായ വാക്കുകൾ വന്നിട്ടുണ്ട്. രണ്ടർത്ഥം വരുന്നത് തന്ത്രങ്ങൾ വന്നിട്ടുണ്ട്, കൗശലങ്ങൾ വന്നിട്ടുണ്ട്, സൂത്രങ്ങൾ വന്നിട്ടുണ്ട്, ഉപായങ്ങൾ വന്നിട്ടുണ്ട്. ഈ നാവിന്മേൽ ജീവനുള്ള ദൈവം തൻ്റെ വചനം വരച്ചു തരുന്നു. സ്നേഹിതരെ, എന്തൊരു ഭാഗ്യമാണത്! നമ്മുടെ നാവ് ദൈവത്തിന് വിട്ടുകൊടുക്കാമെങ്കിൽ ഇതുവരെ വന്നതെല്ലാം കർത്താവ് ക്ഷമിച്ചു തരും. ഇതുവരെ ഒന്ന് പോയ പാപങ്ങളെല്ലാം കർത്താവ് ക്ഷമിച്ചു തരും. നാവ് തിന്മയ്ക്ക് വിട്ടുകൊടുത്തത്, അരുതാത്ത വാക്കുകൾ പറഞ്ഞത്, അരുതാത്ത ഈ നാവിൽ ഒഴിച്ച് കുടിച്ചത്, അരുതാത്തത് ഈ നാവ് ചുംബിച്ചത്, പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം എൻ്റെ കർത്താവേ, എല്ലാം കഴുകിത്തരുന്ന പുണ്യാഹ രക്തത്തിൻ്റെ അടുക്കലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. എല്ലാം കഴുകുന്ന യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം. എന്തെല്ലാം നിങ്ങളുടെ ഓരോ അവയവങ്ങളിൽ അശുദ്ധി സംഭവിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ഓരോ അവയവങ്ങളിൽ ഏതെല്ലാം കേടുകൾ സംഭവിച്ചിട്ടുണ്ടോ, എന്തെല്ലാം തിന്മകൾ സംഭവിച്ചിട്ടുണ്ടോ, എല്ലാം മായ്ച്ചു തരുന്ന ദൈവത്തിൻ്റെ സ്നേഹം, എല്ലാം കഴുകിത്തരുന്ന ദൈവത്തിൻ്റെ സ്നേഹം. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. എന്നും ചീത്ത വാക്കുകൾ പറഞ്ഞിരുന്ന ആവ്, ഒരാൾ സാക്ഷ്യം പറഞ്ഞ് നിങ്ങൾ കേട്ട് ഓർക്കുന്നുണ്ടോ? തെറിപ്പാട്ടുകൾ മാത്രം പാടിക്കൊണ്ടിരുന്നുവെന്ന്. വീട്ടിൽ വന്നാൽ പറയുന്നതെല്ലാം ചീത്ത വാക്കുകളാണ്, കൊള്ളരുതാത്ത വാക്കുകളാണ്, അസഭ്യ വാക്കുകളാണ്. ഭാര്യയോട് പറയുന്നത്, മക്കളോട് പറയുന്നതെല്ലാം. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, എൻ്റെ അപ്പൻ എന്നെ പേര് പറഞ്ഞ് വിളിക്കുകയില്ല,
ഒരു തെറിവാക്ക് പറഞ്ഞാണ് എന്നെ വിളിക്കുന്നതെന്ന്, അവൻ എന്നോട് സ്നേഹമില്ല എന്ന്. എന്തുമാത്രം പേര് ഇതുപോലെ ചീത്ത വാക്കുകൾ പറയുന്നവരുണ്ട്, അശുദ്ധമായ വാക്കുകൾ പറയുന്നവരുണ്ട്. അതെല്ലാം കഴുകിത്തരാമെന്നാണ് ദൈവം പറയുന്നത്. നിങ്ങളുടെ ഓരോ നാവിൽ മാത്രമല്ല, ഓരോ അവയവങ്ങളിലും എന്തെല്ലാം അശുദ്ധി സംഭവിച്ചിട്ടുണ്ടോ, ഏതെല്ലാം കേടുകൾ സംഭവിച്ചിട്ടുണ്ടോ, ഏതെല്ലാം മ്ലേച്ഛതകൾ സംഭവിച്ചിട്ടുണ്ടോ, എല്ലാം കഴുകിത്തരാൻ യേശുക്രിസ്തുവിന് മനസ്സാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഈ വചനം കേൾക്കാൻ ഇടയായത്. ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഇരുന്ന് കേൾക്കുന്നിടത്ത് അവിടെ തന്നെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ഹൃദയം നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് ഉയർത്തണം, ക്രിസ്തുവിലേക്ക് ഉയർത്തണം, കുരിശിങ്കിലേക്ക് ഉയർത്തണം, കുരിശിൽ മരിച്ച നിത്യസ്നേഹത്തിലേക്ക് ഉയർത്തണം, കുരിശിലെ ആ ത്യാഗോജ്വല രൂപത്തിലേക്ക് നോക്കണം. ത്യാഗോജ്വല രൂപത്തിലേക്ക്, യേശുക്രിസ്തുവിൻ്റെ ആ ത്യാഗമോഹനമായ തിരുരൂപത്തിലേക്ക് നോക്കണം. യേശുവിനെ നിങ്ങൾ മനസ്സിൽ ധ്യാനിക്കണം. അവിടുത്തെ പാദപീഠത്തിലേക്ക് നിങ്ങൾ ഹൃദയം കൊണ്ട് അടുത്തു വരണം. കർത്താവിനോട് പറയണം, കർത്താവേ, എല്ലായിടത്തും അഴുക്ക് പറ്റി, നാവിൽ മാത്രമല്ല അഴുക്ക് പറ്റിയത്, എൻ്റെ കൈകളിൽ അഴുക്ക് പറ്റി, എൻ്റെ കർത്താവേ, എൻ്റെ ചുണ്ടിൽ അഴുക്ക് പറ്റി, എൻ്റെ കണ്ണുകളിൽ അഴുക്ക് പറ്റി, ചീത്തപ്പടങ്ങൾ കണ്ടുപോയി, മ്ലേച്ഛ ചിത്രങ്ങൾ കണ്ടുപോയി, എൻ്റെ കർത്താവേ, മലിനമായ ചിത്രങ്ങൾ കാണാൻ മോഹിച്ചു പോയി, നെറ്റിൽ കടന്ന്, എൻ്റെ കർത്താവേ, ഇൻ്റർനെറ്റിൽ പ്രവേശിച്ച് ഞാൻ അരുതാത്ത സൈറ്റിൽ പോയി അരുതാത്ത പടങ്ങൾ കണ്ടുപോയി, എൻ്റെ വിലയേറിയ സമയം ഞാൻ അരുതാത്തത് കാണാൻ ഞാൻ മാറ്റി വെച്ചുപോയി. എൻ്റെ ദൈവമേ, തെറ്റുകളേറെ സംഭവിച്ചു പോയി. ഒന്നൊന്നായി നിങ്ങൾക്ക് പറയാം, ഒന്നൊന്നായി നിങ്ങൾ കണ്ടുപിടിക്കാം, എല്ലാം നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം, യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിലേക്ക് കൊണ്ടുവരാം. നിങ്ങളുടെ പാപഭാര ചുമട് എല്ലാം കൊണ്ടുവരിക, പാപഭാര ചുമടുകളെല്ലാം കൊണ്ടുവന്ന് കുരിശിൻ ചുവട്ടിലേക്ക് വയ്ക്കുക. നിങ്ങൾ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ നിങ്ങൾ മിന്നി നടന്നത്, നിങ്ങൾ ചെത്തി നടന്നത്, ചെറുപ്പക്കാരെ പറയട്ടെ, ആ ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ? ചെത്തി നടക്കുക, ആളുകളെ ഭ്രമിപ്പിച്ച് നടന്നത്, പെൺകുട്ടികളെ വിഭ്രമിച്ച് നടന്നത്, പെൺകുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി നടന്നത്, എന്തെല്ലാം ചിലരെ കുരുക്കിലാക്കിയത്. കുഞ്ഞുങ്ങളെ ക്ഷമിക്കണം, നിങ്ങൾ ചിലരെ അപകടത്തിലാക്കിയത്, നിങ്ങൾ ചിലരെ അനർത്ഥത്തിൽ വീഴിച്ചത്, നിങ്ങൾ ചിലരെ അഴുക്കാക്കിയത്. മക്കളെ, നിങ്ങളോട് പറയാം, പെൺകുട്ടികളോട് പറയാം, മക്കളെ, നിങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഒരു ചെറുപ്പക്കാരൻ്റെ പിറകിൽ ബൈക്കിൽ കയറി പോയത്, ഹോസ്റ്റലിൽ അവിടെ ഒരു നിയന്ത്രണമില്ലായിരുന്നു. നിങ്ങൾ വേറൊരു ചെറുപ്പക്കാരൻ്റെ പിറകിൽ നടന്നു, അവൻ പറഞ്ഞു വിവാഹം കഴിച്ചു കൊള്ളാമെന്ന്. പേടിക്കേണ്ട, ഒരു കുഴപ്പവുമില്ല, ഏതായാലും ഒരിക്കലും വിവാഹം കഴിക്കാനുള്ളവരല്ലേ, പേടിക്കണ്ട എന്ന് പറഞ്ഞു. മോളെ, നീ അതങ്ങ് വിശ്വസിച്ച് പോയി. അവൻ്റെ ആ ചടുലമായ വാക്കുകളുടെ മുന്നിൽ നീ നിൻ്റെ ജീവിതം അർപ്പണം ചെയ്തു പോയി, നിൻ്റെ ശരീരവും കൊടുത്തുപോയി. ഒരിക്കലും സംഭവിക്കാത്തത് സംഭവിച്ചു പോയി, ഒരിക്കലും സംഭവിക്കരുതാത്തതാണ് സംഭവിച്ചത്. പ്രിയപ്പെട്ടവരെ, നഷ്ടങ്ങൾ വന്നില്ലേ? എന്നാൽ ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നു, ദൈവത്തിൻ്റെ നാമത്തിൽ, യേശുക്രിസ്തുവിൻ്റെ ജയവനുള്ള നാമത്തിൽ നിങ്ങളോട് പറയുന്നു, എല്ലാം കഴുകിത്തരാൻ യേശുവിൻ്റെ പുണ്യാഹരക്തം മതിയായതാണ്. എന്തെല്ലാം കേടുകൾ വന്നിട്ടുണ്ടെങ്കിലും, എന്തെല്ലാം തിന്മകൾ വന്നിട്ടുണ്ടെങ്കിലും എല്ലാം കഴുകി വെടിപ്പാക്കി തരുവാൻ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം മതിയായതാണ്. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൽ എല്ലാം കഴുകിത്തരും. ദൈവത്തിന് സ്തോത്രം. ബിലെയാമിൻ്റെ നാവിൽ ദൈവം തൻ്റെ വചനം വരച്ചു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഈ അശുദ്ധി പറ്റിയ നാവിൽ വചനം വരച്ച് കിട്ടാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ, എനിക്ക് ആയുസ് തന്നാൽ, എൻ്റെ കർത്താവേ, നീ എൻ്റെ പാപം ക്ഷമിച്ച് തരുമെന്ന് പറഞ്ഞല്ലോ, എനിക്ക് ആയുസ് തന്നാൽ ഉള്ള ആയുസ് മുഴുവൻ യേശുവേ നിനക്ക് വേണ്ടി ഞാൻ സംസാരിക്കും. ദൈവത്തിന് സ്തോത്രം. നിനക്ക് വേണ്ടി ഞാൻ ഉച്ചരിക്കും. ദൈവത്തിന് സ്തോത്രം. നിനക്ക് വേണ്ടി ഞാൻ ശബ്ദിക്കും. ദൈവത്തിന് സ്തോത്രം. നിനക്ക് വേണ്ടി ഞാൻ സംസാരിക്കും. നിൻ്റെ നാമത്തിൽ ഞാൻ സംസാരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എനിക്ക് നീ തരുന്ന ആയുഷ്കാലം, എനിക്ക് നീ തരുന്നതായ കാലം, കർത്താവേ, എനിക്ക് തരുന്നതായ ആയുസ് മുഴുവനും നിനക്ക് വേണ്ടി ഞാൻ സംസാരിക്കാൻ എന്നെ ഞാനിതാ നിനക്ക് തരികയാണ്. എൻ്റെ ആയുസ് ഞങ്ങൾക്ക് തരികയാണ്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ദൈവത്തോട് പറയാം. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഭാഗ്യവശാൽ, അതേ ഭാഗ്യവശാൽ 17-ാമത്തെ വയസ്സിൽ ഈ ജീവിതം ഞാൻ യേശുവിന് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. നഷ്ടമായില്ല. ജീവിതം യേശുവിന് കൈമാറി. ദൈവം എൻ്റെ നാവിൽ തൻ്റെ വചനം വരച്ചു തന്നു. ദൈവത്തിന് സ്തോത്രം. ആളുകൾ പരിഹസിച്ചു, ചിലരെ കളിയാക്കി, ചിലരെ ഒറ്റപ്പെടുത്തി, ചിലരെ പുച്ഛിച്ചു, ചിലരെ ആക്ഷേപിച്ചു, ചിലരില്ലാത്തത് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഭാഗ്യവശാൽ എനിക്കൊരു കോസലും ഉണ്ടായില്ല.
ഞാൻ എൻ്റെ കർത്താവിൻ്റെ വേല ചെയ്തു. ഇന്ന് ദൈവത്തിന് മഹത്വം കരയേറ്റിക്കൊണ്ട് ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. നാവിൽ വരച്ച് കിട്ടിയ വചനത്തിൻ്റെ കൃപയാൽ ഞാൻ ഇന്ന് സമാധാനമായി ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ യേശുവിൻ്റെ അരിമകരം എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. എനിക്ക് നല്ല ബോധ്യമുണ്ട്. യേശുവിൻ്റെ തിരുമാറിൽ ചാരിക്കൊണ്ട് ഞാൻ വേല ചെയ്യുന്നു. ഞാൻ ക്രിസ്തുവിന് വേണ്ടി സംസാരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മൂക്കിൽ ജീവശ്വാസമുള്ള കാലത്തോളം യേശുവിന് വേണ്ടി സംസാരിപ്പാൻ ഈ ആയുസ് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബഹുമാന്യ സ്നേഹിതരെ, നിങ്ങൾക്ക് ജീവിതം കൊടുക്കാൻ പറ്റുമോ? യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ആയുസ് കൊടുക്കാൻ പറ്റുമോ? നിങ്ങളുടെ ഭാവി ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? എങ്കിൽ നിങ്ങൾ ഭാഗ്യശാലികളാണ്. കൊടുക്കേണ്ടവൻ്റെ കയ്യിലേക്കാണ് നിങ്ങൾ കൊടുക്കുന്നത്. ഏറ്റെടുക്കാൻ മതിയായവൻ്റെ കയ്യിലേക്കാണ് നിങ്ങൾ കൊടുക്കുന്നത്. വിശ്വസിക്കാൻ കൊള്ളാവുന്നതിൻ്റെ കരങ്ങളിലേക്കാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പിൻപറ്റാൻ കൊള്ളാവുന്നതിൻ്റെ കരങ്ങളിലേക്കാണ് നിങ്ങളുടെ ഭാവി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. കൊടുക്കുവീൻ പ്രിയപ്പെട്ടവരെ, അവൻ ഏറ്റുവാങ്ങിക്കൊള്ളും. അവൻ നിന്നെ അനുഗ്രഹിച്ചുകൊള്ളും. അവൻ നിന്നെ ഉയർത്തിക്കൊള്ളും. അവൻ നിനക്ക് ശാന്തി തന്നുകൊള്ളും. തലമുറയായി അവൻ നിന്നെ അനുഗ്രഹിച്ചുകൊള്ളും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം ഒടുവിലത്തെ വാക്യം വായിക്കാം. ഇതാകുന്നു നിന്നോടുള്ള എൻ്റെ നിയമം. ദൈവം പറയുകയാണ്, എനിക്ക് നിന്നോടൊരു ഒരു നിയമമുണ്ട്, എനിക്ക് നിന്നോടൊരു ഉടമ്പടിയുണ്ട്, എനിക്ക് നിന്നോടൊരു വാഗ്ദത്തമുണ്ട്. ഞാനൊരു വാഗ്ദത്തം തരികയാണ്. ഇതാകുന്നു എനിക്ക് നിന്നോടുള്ളതായ നിയമം എന്ന് പറയുന്നു. നിൻ്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവും, നിൻ്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിൻ്റെ വായിൽ നിന്നും നിൻ്റെ സന്തതിയുടെ വായിൽ നിന്നും നിൻ്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നമുക്ക് വായിച്ചു കേൾക്കാം. ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവ് വിട്ടുപോകുകയില്ല. സ്തോത്രം, സ്തോത്രം. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവ് വിട്ടുപോകുകയില്ല. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകുകയില്ല എന്ന്, ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യും. ദൈവം തരുന്ന നിയമമാണ്. ദൈവം നിനക്ക് തരുന്നതായ കവനൻ്റാണ്. ദൈവം നിനക്ക് തരുന്നതായ ഒരു നിയമമാണ്. ദൈവം നിനക്ക് തരുന്നതായ ഉടമ്പടിയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പ്രതിജ്ഞയാണ്. ദൈവം വചനമാക്കി കൊടുത്തു. ബലിയാവൻ ഭാഗ്യശാലിയാണ്. പക്ഷേ എന്നിട്ടും അവന് നല്ല മരണം കിട്ടിയില്ല. അഞ്ചാമത്തെ കാര്യം എന്താണ്? ദൈവം വചനം കൊടുത്തു. ദൈവം പ്രത്യക്ഷനായി. ദൈവം ബലിയാവിൻ്റെ അടുത്ത് വന്നു. ദൈവം സംസാരിച്ചു. ദൈവം ബലിയാവിൻ്റെ കണ്ണു തുറന്നു. ദൈവം ബലിയാവിന് കറക്ഷൻ കൊടുത്തു. തെറ്റുകൾ തിരുത്താനുള്ളതായ ബുദ്ധിയുപദേശം കൊടുത്തു. ഇപ്പോൾ ദൈവം തൻ്റെ വചനം ബലിയാവിൻ്റെ നാവിൽ കൊടുത്തു. ബലിയാം വചനം സംസാരിച്ചു. ശ്രേഷ്ഠ വചനം സംസാരിച്ചു. അനുഗ്രഹീത വചനം സംസാരിച്ചു. അടുത്ത കാര്യം എന്താണ്? വായിക്കാം. 24-ാം അധ്യായം 2-ാം വാക്യം. ബിലെയാം തല ഉയർത്തി ഇസ്രായേൽ ഗോത്രമായി പാർക്കുന്നത് കണ്ടു. ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബിലെയാമിൻ്റെ മേൽ വന്നു. എന്താണിത്? ബിലെയാമിൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി. ദി അനോയിൻമെൻ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചു. പരിശുദ്ധാത്മാവ് വന്നു. ഈ വാക്കുകളെ കേൾക്കുന്ന അനേകം പേരും പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരാണെന്ന് എനിക്കറിയാം. ഈ വാക്കുകളെ കേൾക്കുന്ന ബഹുഭൂരിപക്ഷം പേര് പരിശുദ്ധാത്മാവിനെ ഒരിക്കൽ പ്രാപിച്ചവരാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നതാണ്. പരിശുദ്ധാത്മാവ് വരിക അതൊരു പ്രത്യേക അനുഭവമാണ്. അതൊരു പ്രത്യേക സിദ്ധിയാണ്. അതൊരു മഹത്തായ കൃപാവരമാണ്. പരിശുദ്ധാത്മാവ് ഈ മനുഷ്യനിൽ ഇറങ്ങുക. ഈ മൺമയനായ മനുഷ്യനിൽ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ ആത്മാവ് ഇറങ്ങുക. എന്തൊരു അത്ഭുതം! ബിലെയാമിനത് ലഭിച്ചു. സ്നേഹിതരെ, നിങ്ങൾക്ക് പലർക്കും ലഭിച്ചതല്ലേ? പക്ഷേ ഭയപ്പെടണം. ആത്മാവ് വന്നവരാണെങ്കിലും നല്ല അവസാനം കിട്ടണമെന്നില്ല. ആത്മാവ് വന്നവരാണെങ്കിലും ഭക്തൻ മരിക്കും പോലെ മരിക്കാനിടയാകണമെന്നില്ല. സൂക്ഷിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ബിലെയാമിൻ്റെ മേലെ വന്നു. ആത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് ഒരിക്കൽ വന്നു. ഒരിക്കൽ പ്രകാശം ലഭിച്ചു. ഒരിക്കൽ സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിച്ചു. ഒരിക്കൽ ദൈവത്തിൻ്റെ നല്ല ദാനം ആസ്വദിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ നൽവരം പ്രാപിച്ചു. ഒരിക്കൽ സത്യവചനത്തിൻ്റെ ശക്തി അനുഭവിച്ചു. എബ്രായ ലേഖനം
6-ാം അധ്യായം 4-ാം വാക്യം നമ്മൾ വായിക്കാം. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ വരുവാനുള്ള ലോകത്തിന്റെ ശക്തി ആസ്വദിച്ചു. അങ്ങനെയുള്ളവര് പിന്മാറിപ്പോകുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരായി തീരും. അവനെ ലോകാപവാദം വരുത്തുന്നവരുമാകൊണ്ട് യേശുക്രിസ്തുവിന് ലോകാപവാദം വരുത്തുന്നവര്, ദൈവത്തിന്റെ നാമം ദുഷിക്കുന്നവര്, യേശുക്രിസ്തുവിന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. വളരെ ഗൗരവമേറിയ വാക്യമാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് പാരഗ്രാഫ്, അവസാനത്തെ ഖണ്ഡിക. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേയുള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും അങ്ങനെയുള്ളവര് ദൈവപുത്രനെ ചവിട്ടിക്കളയുകയാണ്. ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് ആ ദൈവപുത്രനെ ചവിട്ടിക്കളയുന്നവര്, ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവര്, അങ്ങനെയുള്ളവര് കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തു. അവരുടെ മേൽ പകർന്ന ദൈവത്തിന്റെ കൃപയുടെ ആത്മാവിനെ നിന്ദിച്ചു. സൗജന്യദാനമായി പകർന്ന ആത്മാവിനെ നിന്ദിച്ചു. എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിക്കുന്നവര് കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും. ദൈവത്തിന് സ്തോത്രം. കാര്യം ഗൗരവമാണ്. പത്രോസിന്റെ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം എടുക്കൂ. അതിന്റെ 20-ാം വാക്യം വായിക്കൂ. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ട് ഓടിയതായിരുന്നു. അതിൽ വീണ്ടും ലോകത്തിന്റെ മാലിന്യങ്ങളിൽ കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. പ്രിയപ്പെട്ടവരെ, ബെലയാവിന് ആത്മാവിൻ്റെ കൃപാവരം ലഭിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ മേൽ വന്നു. പരിശുദ്ധാത്മാ അഭിഷേകം ലഭിച്ചു. വചനം നാവിൽ കിട്ടി. വചനം പ്രസംഗിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചു. ആത്മാവിൻ്റെ മേൽ വന്നു. പ്രവചനത്തിൻ്റെ ആത്മാവ് ലഭിച്ചു. വരാനിരിക്കുന്ന കാര്യങ്ങൾ പ്രവചിച്ചു. യേശുക്രിസ്തു ഈ ഇസ്രായേൽ ജാതിയിൽ നിന്ന് ഉത്ഭവിക്കുമെന്നുള്ളതായ സത്യം അന്ന് ബിലയാം പ്രവചിച്ച് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ബിലയാം വ്യക്തമായി പറഞ്ഞു. മനോഹരമായൊരു പ്രവചനമായിരുന്നു ബിലയാം പറഞ്ഞതായ പ്രവചനം. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയാണ് പറഞ്ഞത്: യാക്കോവിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും. 24-ാം അധ്യായം 17-ാം വാക്യം. യാക്കോവിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കുമെന്ന് പറഞ്ഞത് യേശുക്രിസ്തു വന്ന് ഈ ഭൂമിയിൽ എഴുന്നള്ളി വന്ന് മനുഷ്യജാതിയെ വിടുവിക്കുന്നതിനെക്കുറിച്ചായിരുന്നു. യാക്കോവിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും. യേശുക്രിസ്തു ജനിക്കുന്നതിന് 2000-ഓളം വർഷം മുൻപ് ബിലയാം ഇത് പ്രവചിച്ചു. അന്ന് പ്രവചിച്ചത് വളരെ അർത്ഥവത്തായി തീർന്നു. യേശുക്രിസ്തു യാക്കോവിൽ നിന്ന്, യാക്കോവിൻ്റെ ഗോത്രങ്ങളിൽ നിന്ന്, യഹൂദ ഗോത്രത്തിൽ നിന്ന് യേശുക്രിസ്തു ജനിച്ചു. പ്രവചിച്ചു. യേശുക്രിസ്തുവിൻ്റെ ജനനം പ്രവചിച്ചു. പ്രവചനത്തിൻ്റെ ആത്മാവിനെ കിട്ടി. പ്രവചനത്തിൻ്റെ കൃപാവരം കിട്ടി. പരിശുദ്ധാത്മാ അഭിഷേകം ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്ന ചിലരെങ്കിലും എന്തെങ്കിലും കൃപാവരങ്ങൾ ലഭിച്ചവരുണ്ടോ? പ്രവചനം പറഞ്ഞവരുണ്ടോ? വ്യാഖ്യാനം പറഞ്ഞവരുണ്ടോ? ദർശനം കണ്ടവരുണ്ടോ? ആത്മാവിൻ്റെ വിവേചനം ലഭിച്ചവരുണ്ടോ? ദൈവത്തിന് സ്തോത്രം. രോഗശാന്തി വരം ലഭിച്ചവരുണ്ടോ? ഏതെങ്കിലും കൃപാവരങ്ങൾ കിട്ടിയവരുണ്ടോ? ഭൂതങ്ങളുടെ മേൽ അധികാരം ലഭിച്ചവരുണ്ടോ? ദൈവത്തിന് സ്തോത്രം. എന്നീ വാക്കുകൾ കേൾക്കുന്ന ആരെങ്കിലും ദൈവത്തിൻ്റെ കൃപയാൽ ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ആത്മാവിൻ്റെ കൃപാവരം പ്രാപിച്ചവരുണ്ടോ? പ്രവചനത്തിൻ്റെ കൃപാവരം, ഏറ്റവും മഹത്തായ കൃപാവരം, വിശേഷാൽ പ്രവചനവരം വാഞ്ചിപ്പിനെന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 14-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയും. പ്രവചനവരം വാഞ്ചിപ്പീൻ. പ്രവചനവരം ലഭിച്ചതാണ്. 9 കൃപാവരങ്ങളിൽ ശ്രേഷ്ഠമായ വരം പ്രവചനവരം പ്രാപിച്ചതാണ്. പക്ഷേ ഇതെല്ലാം കിട്ടിയെങ്കിലും ബിലയാം നഷ്ടപ്പെട്ടു പോയി. ബിലയാം ഭക്തന്മാർ മരിക്കും പോലെ മരിച്ചില്ല. പ്രാർത്ഥന നല്ലതായിരുന്നു. ഭക്തന്മാർ മരിക്കുമ്പോൾ ഞാൻ മരിക്കട്ടെ, എൻ്റെ അവസാനം അവൻ്റെ ഇതുപോലെ ആകട്ടെ, ഒരു ഭക്തൻ്റെ ഇതുപോലെ ആകട്ടെ എന്ന് ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. പക്ഷേ ഫലപ്പെട്ടില്ല. കാരണം ജീവിതത്തിൽ നിന്ന് പാവം അറിയില്ല. ബിലയാം തൻ്റെ വഴി വിട്ടില്ല. ബിലയാം തൻ്റെ വഞ്ചന വിട്ടില്ല. ബിലയാം ദ്രവ്യാഗ്രഹത്തിൽ ജീവിച്ചു. ബിലയാം തൻ്റെ അകത്തുള്ള ദ്രവ്യാഗ്രഹം വിട്ടില്ല.
അകത്തുള്ള പാവം വിട്ടില്ല. പ്രവചനം പറഞ്ഞപ്പോഴും ദ്രവ്യാഗ്രഹം ഉണ്ടായിരുന്നു, പ്രവചനം പറഞ്ഞപ്പോഴും സ്വാർത്ഥതയുണ്ടായിരുന്നു. ബിലെയാമിൻ്റെ വഞ്ചന, ബിലെയാമിൻ്റെ വഴി. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാൻ ഭാഗമുണ്ട് ബിലെയാമിൻ്റെ ജീവിതത്തിലെ ചില പ്രത്യേകതകൾ. ദൈവം കൃപ തന്നാൽ മറ്റൊരു ദിവസത്തിൽ ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നമുക്കിവിടെ നിർത്താം. സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങൾ ആത്മാവിൻ്റെ കൃപ അനുഭവിച്ചവരാണ്, നിങ്ങൾ ദൈവസ്നേഹം കണ്ടവരാണ്. എന്നാൽ ഇന്ന് നിങ്ങൾ ഒരു മടങ്ങി വരുവാൻ തയ്യാറാകുമോ? നിങ്ങളിന്ന് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ കർത്താവിൻ്റെ കുരിശിൻ ചുവട്ടിലേക്ക് ഒന്ന് ഓടി അണയുമോ? കർത്താവേ, എൻ്റെ പാപങ്ങൾ എൻ്റെ മേൽ കണക്കിടരുതേ. കർത്താവേ, ഞാൻ അറിഞ്ഞും അറിയാതെയും എൻ്റെ ജീവിതത്തിൽ ഒന്ന് പോയ പിന്മാറ്റങ്ങൾ ഇനി എൻ്റെ മേൽ കണക്കിടരുതേ. ദൈവസ്നേഹം തിരിച്ചറിയാതെ, സത്യദൈവത്തെ തിരിച്ചറിയാതെ, യേശുക്രിസ്തു ആരാണ് തിരിച്ചറിയാതെ, യേശുക്രിസ്തുവിനോട് ഞാൻ പറഞ്ഞ വാക്കുകൾ മറന്ന്, യേശുക്രിസ്തു എന്നോട് പറഞ്ഞ വാക്കുകൾ മറന്ന് ഞാൻ ലോകത്തിൻ്റെ അടിമയായി, പണത്തിൻ്റെ അടിമയായി ജീവിച്ചത് എൻ്റെ മേൽ കണക്കിടല്ലേ. കർത്താവേ, എന്നെ ഇന്ന് കഴുകണമേ, തിരക്തത്താൽ എന്നെ കഴുകണമേ. സ്നേഹിതരെ, നിങ്ങൾ പ്രാർത്ഥിക്കൂ, യേശുവിനോട് ഉള്ളു തുറന്ന് പറയൂ. നിങ്ങളുടെ പാപം ക്ഷമിക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം മതിയായതാണ്. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം സകല മ്ലേച്ഛതകളും മാറ്റി നിങ്ങളെ വിശുദ്ധീകരിക്കും. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങളുടെ ദേഹവും നിങ്ങളുടെ ആത്മാവും അശേഷം കളങ്കമില്ലാത്തതായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവനാണ് കർത്താവായ യേശുക്രിസ്തു. അശേഷം ബാക്കിയില്ലാതെ മുഴുവനും കഴുകി നിങ്ങളെ വെടിപ്പാക്കുവാൻ യേശുവിന് മനസ്സാണ്. ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ അടഞ്ഞുകൊണ്ട് യേശുവിനോട് പറയൂ, കർത്താവേ, എന്നെ തന്നെ ഞാനിതാ തിരുമുൻപാകെ അർപ്പണം ചെയ്യുന്നു. എൻ്റെ മേൽ നിൻ്റെ ആണിപ്പാടുള്ള കരം ഒരു പ്രാവശ്യം കൂടി വെക്കണമേ. ഒരിക്കൽ കൂടി എൻ്റെ മേൽ നിൻ്റെ കരം വെക്കണമേ. എന്നെ തൊടണമേ, എന്നെ തലോടണമേ. എൻ്റെ ഹൃദയത്തിൻ്റെ പാപങ്ങൾ കഴുകി മാറ്റണമേ. തിരുരക്തത്താൽ എനിക്ക് മുദ്ര തരണമേ. തിരുരക്തത്താൽ എന്നെ ആ മുദ്ര അണിയിക്കണമേ. കർത്താവേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ. എന്നെ നിൻ്റെ രാജ്യത്തിൻ്റെ അവകാശിയാക്കി മാറ്റണമേ. എപ്പോൾ കടന്നുപോയാലും നിത്യരാജാധിരാജനായ യേശുവിൻ്റെ സന്നിധാനത്തെ എത്തിച്ചേരുവാൻ തക്കവണ്ണം മുഖപ്രസന്നതയോടെ തിരുമുൻപാകെ വന്ന് അവിടുത്തെ പാദപീഠം ഒത്തുവാൻ എനിക്ക് ഭാഗ്യം തരണമേ. ഇതിന് രണ്ടാമത്തെ വരവിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ പറക്കുവാൻ കൃപ തരണമേ. അതിൽ നിന്ന് സ്തുതിയുടെ ചിറക് ധരിപ്പിക്കണമേ. എന്നെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിപ്പീൻ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, തിരുവചനങ്ങൾക്കായി സ്തോത്രം. വചനം കേട്ട ഈ മക്കൾക്കായി സ്തോത്രം. എല്ലാവരെയും വിശുദ്ധീകരിക്കണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ.